UPS സെപ്പറേറ്റ് DB, KSEB സപ്ലൈക്ക് സെപ്പറേറ്റ് DB. ഇതിന് രണ്ടിനും കൂടി ഒരു എർത്ത് ലിങ്ക് മതിയാകുമോ? RCCB ട്രിപ്പ് ആകുമോ? ഒരു സബ്സ്ക്രൈബർ അയച്ചു തന്ന ചോദ്യമാണ്. ആദ്യം തന്നെ ഈ ചോദ്യത്തിന് 3 പാർട്ട് ഉണ്ട്. UPS അഥവാ ഇൻവേർട്ടറിനും KSEB സപ്ലൈക്കും സെപ്പറേറ്റ് DB വേണോ വേണ്ടയോ? രണ്ടാമതായി എർത്ത് ലിങ്ക് എങ്ങനെ കൊടുക്കണം? മൂന്നാമതായി RCCB എന്തുകൊണ്ട് ട്രിപ്പ് ആകുന്നു അല്ലെ ട്രിപ്പ് ആകുമോ? ആദ്യം തന്നെ ഇൻവേർട്ടറിനും KSEB സപ്ലൈക്കും സെപ്പറേറ്റ് DB വേണോ? ഇത് ഡിസൈഡ് ചെയ്യാൻ ഓരോ ഡിസൈനർക്കും അത് ആ വീടിന്റെ ഡിസൈൻ അനുസരിച്ചാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ശിശിരം എഞ്ചിനീയറിംഗ് സർവീസിന്റെ ഒരു സ്കീം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു ക്ലയന്റിന്റെ പൈസ സേവ് ചെയ്യാനാണ് നോക്കുക. മിനിമം എക്യുപ്മെന്റിൽ മാക്സിമം സേഫ്റ്റിയോടുകൂടി വൃത്തിയായിട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നാണ് നമ്മൾ ഒരു വീടിന്റെ ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രൊജക്ടിന്റെ ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് അനാവശ്യമായിട്ട് DBയുടെ സൈസും എണ്ണവും കൂട്ടാൻ ശ്രമിക്കാറില്ല. മാക്സിമം ക്ലയന്റിന്റെ പൈസ സേവ് ചെയ്തുകൊണ്ട് മാക്സിമം പ്രൊട്ടക്ഷൻ കിട്ടിക്കൊണ്ട് വൃത്തിയായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കേണ്ടത്. ഞങ്ങൾ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ മാക്സിമം ഒരു വലിയ DB എടുത്ത് ആ DB തന്നെ ഇൻവേർട്ടർ സപ്ലൈയും KSEB സപ്ലൈയും ചെയ്യാനാണ് ശ്രമിക്കാറ്. കോസ്റ്റ് സേവിങ് തന്നെ പ്രധാന കാര്യം. ഫോർ എക്സാമ്പിൾ ഒരു 12-way വെർട്ടിക്കൽ DB എടുത്ത് അതിന്റെ ഒരു ഫേസ് കംപ്ലീറ്റ് ആയിട്ട് ഇൻവേർട്ടർ വയറിങ്ങും ബാക്കി 2 ഫേസ് പവർ സോക്കറ്റുകൾക്കും മറ്റ് എക്യുപ്മെന്റുകൾക്കായി മാറ്റി കൊടുക്കാനാണ് സാധാരണ ചെയ്യുന്ന രീതി. ഇപ്പോൾ 2 DB ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. ചില രാജ്യങ്ങളുടെ സപ്ലൈ കോഡ് അനുസരിച്ച് 2 സെപ്പറേറ്റ് DB ആയിട്ട് ചെയ്യണം തന്നെ നിർബന്ധമായിട്ടുമുണ്ട്. പക്ഷേ ഒരു കോസ്റ്റ് സേവിങ്ങിന്റെ ഭാഗമായി 2 ഒരുമിച്ച് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. അതാണ് നമ്മൾ ഫോളോ ചെയ്യാറ്. രണ്ടാമതായി എർത്ത് ലിങ്ക് എങ്ങനെ കൊടുക്കണം? എർത്ത് ലിങ്ക് സാധാരണയായി കൊടുക്കുമ്പോൾ ഒറ്റ എർത്ത് ലിങ്ക് മതിയോ എന്നൊക്കെയുള്ള ചോദ്യം വയ്ക്കും. ശരിക്കും എർത്ത് ലിങ്ക് എങ്ങനെ കൊടുക്കണം എന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. മീറ്റർ ബോക്സിന് അടുത്ത് നമ്മൾ 2 പൈപ്പ് എർത്താണ് കൊടുക്കുന്നത്. 2 പൈപ്പ് എർത്ത്, ഒന്ന് ഫസ്റ്റ് എർത്ത് മീറ്റർ ബോക്സ് നിൽക്കുന്ന ചുമലിൽ നിന്ന് 1.5 മീറ്റർ വിട്ടിട്ട് ഫസ്റ്റ് എർത്തും അവിടെ നിന്ന് 5 മീറ്റർ വിട്ടിട്ട് വേണം സെക്കൻഡ് എർത്ത്. ഈച്ച് എർത്ത് പോയിന്റിൽ നിന്ന് SWG കോപ്പർ 2 എണ്ണം വീതം പാരലൽ ആയിട്ട് ഓരോ എർത്ത് പിറ്റിലും കയറി ഇറങ്ങി നമ്മുടെ എനർജി മീറ്റർ ബോക്സിൽ ഒരു കൺസീൽഡ് ആയിട്ടുള്ള കോൺഡ്യൂട്ട് വഴി കയറി വരുന്നു. ആ എനർജി മീറ്റർ ബോക്സിൽ നിന്ന് 2 DBയിലേക്ക് പോകുന്ന സെയിം തിക്നെസ്സിലുള്ള വയർ, അതായത് ഫേസും ന്യൂട്രലും എത്ര mm വയർ ഇടുന്നു അതേ തിക്നെസ്സിലുള്ള വയർ നമ്മൾ DBയിലേക്ക് കൊണ്ടുപോകുന്നു. ഇതേ വയർ വേണം ഇപ്പോൾ 2 DB ഉണ്ടെങ്കിൽ ലൂപ്പ് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, ഇങ്ങനെയാണ് എർത്ത് ലിങ്ക് കൊടുക്കേണ്ടത്. അതിൽ പാനൽ എർത്തിങ്ങും അതേപോലെ തന്നെ എർത്ത് ലിങ്കിലും കൃത്യമായി ലിങ്ക് കൊടുക്കാൻ മറക്കരുത്. നെക്സ്റ്റ് RCCB ട്രിപ്പ് ആവുന്ന കേസാണ്. RCCB എന്തുകൊണ്ട് ട്രിപ്പ് ആവുന്നു? ന്യൂട്രൽ മിക്സ് ആയി പോയാലാണ് പ്രധാനമായും RCCB ട്രിപ്പ് ആവുക. ഫോർ എക്സാമ്പിൾ 2 RCCB ഉള്ള 2 പാനലാണ്, അല്ല ഒരേ പാനലിൽ 2 RCCB വെച്ച് കഴിഞ്ഞാൽ ഈ RCCBയുടെ ഔട്ട്ലൂട്ട് വരുന്ന ന്യൂട്രൽ രണ്ടും തമ്മിൽ മിക്സ് ആവുകയോ രണ്ടും ജോയിൻ്റ് ആവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ RCCB ട്രിപ്പ് ആവും. ഇത് RCCBനെ പറ്റിയുള്ള വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് പ്രധാനമായും ഞങ്ങൾ ഡിസൈൻ ചെയ്യുന്ന വീഡിയോയിൽ നിർബന്ധമായിട്ടും പറയാറ് കളർ കോഡിംഗ് ഫോളോ ചെയ്യണം. അതായത് ഇപ്പോൾ 3 ഫേസിന് RYB വെച്ച് വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റെഡ്, യെല്ലോ, ബ്ലൂ വയർ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പവർ സോക്കറ്റുകളുടെ ന്യൂട്രൽ വയർ ബ്ലാക്ക് കളറും ഇൻവെർട്ടറിന്റെ ന്യൂട്രൽ കളർ ഗ്രേ കളറും വെച്ച് നിർബന്ധമായും വയർ ചെയ്യണം. ഈ 2 കളർ കോഡിംഗ് യൂസ് ചെയ്യാനുള്ള പ്രധാന കാരണം ഒരു സ്ഥലത്ത് വെച്ച് ഇത് രണ്ടും കൂടി ജോയിന്റ് ആവാൻ പാടില്ല. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ കാര്യം വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ചോദ്യത്തിന്റെ ഉത്തരവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക് ഒരുമിച്ച് ചോദിച്ചുകൊണ്ടാണ് ഇങ്ങനെ നീട്ടി വലിച്ച് പറയേണ്ടി വന്നത്. എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഹായ്, ഞാൻ അമൃത് ശിശിർ, ഇലക്ട്രിക്കൽ കൺസൾട്ടന്റ്. വെൽക്കം ടു അവർ ചാനൽ ശിശിരം എഞ്ചിനീയറിംഗ് സർവീസ്. ഇത്തരം നിങ്ങൾക്ക് സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട. നിങ്ങൾ ഒരു പുതിയ വീടോ ബിൽഡിങ്ങോ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രിക്കൽ കൺസൾട്ടൻസി ആവശ്യമുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടാൻ മടിക്കേണ്ട. ശിശിരം എഞ്ചിനീയറിംഗ് സർവീസ് നിങ്ങളുടെ പുതിയ വീടിന്റെയോ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിന്റെയോ അഥവാ ഫാക്ടറിയുടെയോ ഇലക്ട്രിക്കൽ ഡിസൈൻസും ലേഔട്ട് ഡ്രോയിങ്സും ചെയ്തു കൊടുക്കുന്നതാണ്. സിവിൽ ഡ്രോയിങ് നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നമ്മളായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ്, പ്രത്യേകിച്ചും അതിൻ്റെ ലേഔട്ട് ഡ്രോയിങ്സ്, ലൈറ്റും ഫാനും അങ്ങനെയുള്ള സോക്കറ്റ്സും ഏത് പൊസിഷനിൽ വേണം എന്നുള്ള കാര്യം, അതേപോലെ തന്നെ അതിൻ്റെ കോൺഡ്യൂട്ട് പൈപ്പിൻ്റെ ലേഔട്ടും സർക്യൂട്ട് വയർസിൻ്റെ ലേഔട്ടും DB ഡിസൈൻസും, അതേപോലെ തന്നെ DBയിലെ സ്വിച്ച് ഗിയർ ഐറ്റംസും പ്രൊട്ടക്ഷൻ ഡിവൈസസുകളുടെയും സ്പെസിഫിക്കേഷനും സൈസും കൃത്യമായി മെൻഷൻ ചെയ്തിരിക്കുക. അതായത് MCBയുടെ സൈസിങ്ങും യൂസ് ചെയ്യേണ്ട കേബിളിൻ്റെ സൈസിങ്ങും അതുപോലെ തന്നെ RCCB, SPD, ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള എല്ലാ പ്രൊട്ടക്ഷനും കാര്യങ്ങളും എന്നെങ്ങനെയാണ് എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസൈൻ ചെയ്ത് തരുന്നതായിരിക്കും. അതുകൂടാതെ
തന്നെ CCTV ലേഔട്ട്സും ഫ്യൂച്ചറിൽ സോളാർ വാട്ടർ ഹീറ്റേഴ്സും സോളാർ പവർ പ്ലാന്റും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഫീസിബിലിറ്റി ഡ്രോയിങ്സും ഇതുകൂടാതെ തന്നെ പ്ലംബിങ്ങും മറ്റ് എസ്റ്റിമേഷൻ ഡിസൈൻസും ഒക്കെ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇലക്ട്രിസിറ്റിയെയും ഇലക്ട്രിക്കൽ എക്യുപ്മെന്റിനെയും ഇതിൽ മാറി വരുന്ന ടെക്നോളജിയെയും പറ്റി കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെൽ ബട്ടൺ ഓൾ എന്ന് പറഞ്ഞ് പ്രസ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.